ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ചെറിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ലൊരു ടിപ്പാണ് കാണിക്കാൻ പോണേ കേട്ടോ. ഞാൻ നമ്മൾ പുതിയ വീടൊക്കെ മാറിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ സാധനങ്ങളും നമ്മളില്ലാത്ത ഇങ്ങനെ ഓരോ പ്രാവശ്യമായിട്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ ഇങ്ങനെ മയക്കെടുക്കണത്. അപ്പോൾ ഞാൻ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ വാങ്ങിയിട്ട് അതെങ്ങനെ മയക്കെടുക്കുകയെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ രാവിലെ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ ആ ഒരു കഞ്ഞിവെള്ളം അങ്ങനെ ഒഴിച്ച് വെക്കും കേട്ടോ. എന്നിട്ടത് വൈകുന്നേരത്ത് ഞാൻ വരുമ്പോഴത്തേക്കും അത് കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് വെക്കും. വീണ്ടും രാവിലെ നല്ല ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ച് അങ്ങനെ ഇടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു 2-3 ദിവസം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടിയൊക്കെ എല്ലായിടത്തും തടവിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു നല്ലൊരു നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ ആ ഒരു കല്ലിൻ്റെ ഒരു സ്ക്രാച്ച്നെസ് ഉണ്ടല്ലോ, അതിങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അപ്പം ഒരു മയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ നമ്മൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ നല്ലൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് കല്ലുപ്പും ഓയിലും കൂടെ വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ഉരതി കൊടുക്കുക. അപ്പോൾ കൈ വെച്ച് ഉരതിയാൽ എന്തായാലും കൈയിൻ്റെ പണി പോകുന്നുള്ളത് ഉറപ്പാണ്. കല്ലുപ്പല്ലേ, പിന്നെ ഈ ഒരു കല്ല് നല്ല ഒരായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടിങ്ങനെ അത് അമർത്തി നന്നായിട്ടിങ്ങനെ ഉരതി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു അപ്പച്ചട്ടിയോ അല്ലെങ്കിൽ വേറെയുള്ള പാത്രമൊക്കെ പോലെ അല്ല, കാരണം ഇതിങ്ങനെ കുഴിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. പതുക്കെ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. സ്ക്രബ്ബറിൻ്റെ ഒരു ഭാഗം തേഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡൊന്നും അല്ലല്ലോ അത്രയും സോഫ്റ്റാക്കി എടുക്കേണ്ടത്. നമുക്കിതിൻ്റെ ഉണ്ണിയപ്പം ഒഴിക്കണ ആ കുഴിയാണ് സോഫ്റ്റാക്കി എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളത്. അപ്പം ഞാനിത് ഇങ്ങനെ രാവിലെയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണം കേട്ടോ. രാവിലെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ കുറച്ച് ഓയിലും കൂടി തടവി വെക്കുന്നുണ്ട്. അതിന് മീതിയെ കൂടി ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കേണ്ടത്. എന്നിട്ട് ഞാൻ വൈകുന്നേരത്ത് ഇതിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പ്ലാനിങ് കൂടിയാണ്. കാരണം ഇത് എത്രത്തോളം ഞാൻ ചെയ്തത് സക്സസ് ആയി എന്ന് എനിക്കറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ സ്പീഡപ്പ് ആക്കി കാണിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ചെയ്യണത് പതുക്കെയാണ്. എന്നാൽ തന്നെ എൻ്റെ വിരലിൻ്റെ അവിടെയൊക്കെ ഒരു ബ്ലേഡ് പോലെ ഇങ്ങനെ ബ്ലേഡ് നമ്മളെ കയ്യിൽ തട്ടിയാൽ എങ്ങനെ അതുപോലെ ചെറിയ മുറിവായിട്ടുണ്ട്. അപ്പോൾ അത് ആ ഉപ്പും ഓയിലും കൂടി ഞാൻ അങ്ങോട്ട് സിങ്കിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് പിന്നെ ഞാനൊരു നമ്മളെ കമ്പിച്ചതിലുണ്ടല്ലോ അതിൽ കുറച്ച് വിമ്മും കൂടി ആക്കിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞതിന് ശേഷം ഇതിനകത്തുള്ള വെള്ളമൊക്കെ നമ്മൾ നന്നായിട്ടൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് തുടച്ചെടുക്കുക. വെയിലത്തൊന്നും കൊണ്ട് അങ്ങനെ വെക്കണില്ല. നന്നായിട്ടൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുക. ഇപ്പം ഞാൻ തൊട്ട് നോക്കുമ്പോഴത്തേന് നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ചട്ടിയുടെ അതേപോലെ തൊട്ട് നോക്കുമ്പോൾ നേരത്തെ എടുത്തു. ഇനി അതൊന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ. തുടച്ചിട്ട് അപ്പോൾ ഞാൻ കഴുകിട്ടോ. നോക്കി നല്ല ക്ലീനായി വെച്ചങ്ങോട്ട് കണ്ടോ. മാജിക് തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു അതേ മയമായ ഉണ്ണിയപ്പത്തിന് മറ്റേ നമ്മൾ തൊടുമ്പോൾ തന്നെ ഒരു നമ്മൾ ആദ്യം തൊടുമ്പോൾ ഭയങ്കര ഒരയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായി നല്ല ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കോട്ടൻ്റെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് അങ്ങനെ വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണണം, പിന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഇത് അറിയില്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനും യൂട്യൂബ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ അതങ്ങ് ഷെയർ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഇനി ഉണ്ണിയപ്പച്ചട്ടി വാങ്ങാനോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഇതുപോലുള്ള എന്തെങ്കിലും ഇങ്ങനെ മയക്കെടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അപ്പച്ചട്ടി ആണെങ്കിലും അപ്പോൾ അതൊക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പച്ചട്ടിയും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതുപോലെ തന്നെ ചെയ്തെടുത്തു. അപ്പോൾ രണ്ടും ഞാൻ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അത് അവിടെ മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് നെയ്യപ്പത്തിനും കൂടി മാവ് കൂട്ടി വയ്ക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എങ്ങനെ ഉണ്ടെന്ന് അറിയണം. നമ്മൾ മയക്കി എടുത്തിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യുകയാണ്.
അപ്പോൾ അതാ കുറച്ച് ഞാനൊരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിൽ കുറച്ച് പച്ചരി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 കട്ട ശർക്കര ഇട്ട് കൊടുക്കാനുണ്ട്. മധുരം എന്തായാലും കുറച്ച് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ 4 കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതിലൊരു ശർക്കരക്കട്ട ചെറിയൊരു പകുതിയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ പഴമല്ല, പഴം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ ഈ മിക്സിയുടെ അതിൽ പച്ചരിയുടെ കൂട്ടത്തിൽ പഴമൊക്കെ ഇട്ട് ഒന്നും കൂടി നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റ് ആവും. പഴമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞോളൂ, ജസ്റ്റ് എനിക്കിത് അറിയണം. നമ്മൾ ഒരിത് കാണുമ്പോഴേ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ യൂട്യൂബിൽ കാണുന്നത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി സെറ്റായോ എന്നറിയണം, അതിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും പച്ചരി ഞാൻ ശർക്കര വെള്ളം ഉരുക്കിയതിൽ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. ചെറിയ ചൂടോടുകൂടി തന്നെയാണ്, നല്ല ചൂട് പോയിട്ടില്ല കേട്ടോ ശർക്കര പാനിയിൽ നിന്ന്. അതിലേക്ക് 2 ഏലക്കായും ഇട്ടിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇവിടെ ഉള്ളൂ, അപ്പോൾ ആ ഒരു കുറച്ച് മൈദപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടി ചേർത്തിട്ടാണ് മാവ് കൂട്ടി വയ്ക്കണത്. പിന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും അറിയാലോ ഉണ്ണിയപ്പമൊക്കെ അതിലേറെ നന്നായി ഉണ്ടാക്കുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ പാത്രം എങ്ങനെ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് നാളായി ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട്, ഉണ്ണിയപ്പ ചട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. അവിടെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയതാണ്. അവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ഉണ്ട് കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്ന ചട്ടിയാണത്. അതിലെനിക്ക് തോന്നുന്നു ഇതിൽ 7 8 ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണെന്ന്. കുഞ്ഞതാണെങ്കിലും ഒരുപാട് കുഴികളുണ്ട്. ഇതിലാകെ 5 നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര വെയിറ്റാണ് കേട്ടോ ഈ ഒരു ചട്ടി, നല്ല വെയിറ്റ് ഉണ്ട്. 5 കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുഴികളാണ്. ഞാനത് ചെറുതാക്കി കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഞ്ഞു ഉണ്ണിയപ്പാക്കിയാണ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പോൾ ഏതായാലും നമ്മളെ മാവൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് നാളികേര കൊത്തുകൾ നമ്മൾ നെയ്യിൽ വറുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. അത് ഞാൻ പിന്നെ ഉണ്ടാക്കുന്ന സമയത്തേ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. ഇപ്പോൾ എന്തായാലും കുറച്ച് എന്താ പറയുക, ജീരകം ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ള് സോഡാപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കുകയാണ്. നമുക്ക് വൈകുന്നേരത്ത് ഉണ്ടാക്കി നോക്കാം. ഓക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കിച്ചുമോളുടെ തലയൊക്കെ ഒന്ന് ചീകി കൊടുത്ത് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സമയം എത്ര എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല സമയം. അപ്പോഴാണ് നമ്മളെ ഹൗസ് ഓണർ ചേച്ചി അവരുടെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ചേച്ചിയുടെ അമ്മ, ചേട്ടന്, അവരുടെ 2 മക്കളൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ ഒരാൾ വന്ന് കയറുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അവർക്ക് കൊടുക്കാൻ. ചിലപ്പോൾ അതിൻ്റെ തലേ ദിവസം വരെ വീട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ടാവും. പൊതുവെ അങ്ങനെ ബേക്കറി കൊടുന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കലൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവലുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ പാലെങ്കിലും ഫ്രിഡ്ജിൽ ഉണ്ടാവണതാണ്. അതും ഉണ്ടായില്ല. ഇതാ ചേച്ചിയുടെ ചെറിയ മോനാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോളൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെയായിരുന്നു പിന്നെ ആ കുട്ടി.
അപ്പോൾ എന്തായാലും വെറുതെ കട്ടൻ ചായ ഇട്ട് കൊടുത്തു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ, വെള്ളം കലക്കി കൊടുക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നമ്മുടെ ആ കിണറിൻ്റെ വലയൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു വലയൊക്കെ അവർ വന്ന് കെട്ടിക്കൊടുത്തു. പിന്നെ വീടിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയൊക്കെ ഉള്ള മരങ്ങൾ അതിൻ്റെ കമ്പൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ളവർ ഇക്കാനെ അവർ പറഞ്ഞേൽപ്പിച്ചു, ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞേൽപ്പിച്ചു. അങ്ങനെ പിന്നെ അവർ വന്നപ്പോൾ കുറേ ബേക്കറി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം കട്ടൻ ചായ ഇട്ടിട്ട് ആ ബേക്കറി തന്നെ അവർക്ക് കൊടുത്തു കേട്ടോ, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വന്നതും അവരെ കണ്ടതിൽ ഞങ്ങൾ വന്നിട്ട് 5 മാസം ആവാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോണിൽ അവിടുത്തെ അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും വിളിച്ച് സംസാരിക്കലുണ്ട്. പക്ഷെ നേരിട്ട് ഇതുവരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നേരിട്ടൊക്കെ കാണാൻ പറ്റി, സംസാരിച്ചു, കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് എഴുതി വെച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നു ചേച്ചി. പക്ഷേ നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം സൈൻ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിന്നു. ശരിക്കും അവർ വന്ന സമയത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഞാൻ മാവ് കൂട്ടി വെച്ചിട്ട് അധികം സമയം ആയിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ പുതിയ ചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കി നോക്കുകയാണ്, എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് അവർ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ലതല്ലാത്തൊരു സാധനം ഒരാളെ മുന്നിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഓൾറെഡി നമ്മൾ കുറേ മുമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ മാവ് 2 വേഗം കോരി ഒഴിച്ചിട്ട് അവർക്കത് 2-3 ഉണ്ടാക്കി വേഗം കൊടുത്താൽ മതി. പക്ഷെ ഇതത് നന്നാവും എന്നുള്ള അറിയില്ല, അത് ടെസ്റ്റ് ചെയ്യണം നമ്മൾ. ഈ ചട്ടി മയക്കി എടുത്തിട്ട് ഇതിൽ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മളൊന്ന് നോക്കുകയാണല്ലോ, അതിൻ്റെ ഒരു ട്രെയിനിങ് നമ്മൾ നടത്തി നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ മാവിലേക്ക് കുറച്ച് തേങ്ങ അങ്ങനെ നെയ്യിൽ അത് വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് പിന്നെ ഒരു മൂടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം തത്ത വൈകുന്നേരം ആയപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് പോയി, അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട്. പോവണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് ദേഷ്യമാവും. അപ്പോൾ അവൾ അങ്ങനെ പോയി. പിന്നെ ഞാനും കിച്ചുമോളും അല്ലേ, അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ളൊരു മൂടെല്ലാം പോയി കേട്ടോ. പിന്നെ ഏതായാലും ഇത് കൂട്ടി വെച്ചല്ലോ, പിന്നെ ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക ചട്ടിയിൽ എങ്ങനെ ഉണ്ട് ഉണ്ടാക്കി നോക്കുക, കിട്ടുമെന്നൊക്കെ അറിയണമല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാനത് ഉണ്ടാക്കിയത്. എന്താ പറയുക, ഒരു വൈകുന്നേരം ആയപ്പോൾ ഒരു മനസ്സിനൊരു സുഖമില്ലാത്ത എന്തോ ഒരു ടെൻഷൻ, അവളില്ലാത്തത് തന്നെയാവാം. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അവൾ ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം പോയി നിന്നിട്ടൊക്കെ ഉണ്ട്, അന്ന് അത്ര തന്നെ എനിക്ക് തോന്നിയൊന്നുമില്ല. എന്താണെന്നറിയില്ല, അവൾ ഇന്ന് പോയപ്പോൾ ഭയങ്കര എന്തോ ഒരു സങ്കടം പോലെ. ഒന്നാമത് നമ്മുടെ വലിയ വീടാണത്, അപ്പോൾ ഈ വലിയ വീട്ടിലൊക്കെ ഒരുപാട് ആൾ വേണം, അപ്പോഴേ അതിൻ്റെ ഒരു അല്ലെങ്കിൽ നമുക്കൊരു ഒറ്റപ്പെട്ട ഫീല് തോന്നും. ആരും നമ്മൾ ആൾ കുറവാകുമ്പോഴേ അങ്ങനെ തോന്നും. അപ്പോൾ എന്തായാലും ഞാനിതാ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉണ്ണിയപ്പം എന്ന് പറയുന്നത് വലിയ കുഴിയാണ്, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കുഴി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ചെറുതാക്കി ഒഴിച്ചുണ്ടാക്കിയെടുക്കണം കേട്ടോ. എന്തായാലും നമ്മുടെ എന്താ പറയുക ടിപ്സ് പൊളിച്ചിട്ടുണ്ട്. ഏതായാലും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്, ഈ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ ഗ്യാസിൽ വെക്കണേക്കാളും നല്ലത് എപ്പോഴും അടുപ്പിൽ വെക്കാനാണ്. ഗ്യാസിൽ വെക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ തീ കുറച്ച് വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ആ ചൂട് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, തീ കൂട്ടി വെച്ചാൽ അപ്പോഴും ബുദ്ധിമുട്ടാണ്, കരിഞ്ഞു പോകും. ഇത് തന്നെ എനിക്ക് തോന്നുന്നു നടുവിരൽ ഇത് പെട്ടെന്ന് ആവുന്നുണ്ട്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നു, നല്ല ചട്ടിയിലൊന്നും പിടിക്കാതെ നല്ല പെട്ടെന്ന് ഇളകി പോരുന്നുണ്ട്. അപ്പോൾ അത് സംഭവം സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ഇനിയിപ്പോൾ പുതിയതായിട്ടൊരു ചട്ടി വാങ്ങി മയക്കിയെടുത്തുണ്ടാക്കി, നോൺ സ്റ്റിക്കിൻ്റെ അല്ലാത്ത കാര്യമാണ് ഞാൻ പറയണേ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ എനിക്കത് എന്തായാലും സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ കത്തി വെച്ചിട്ടൊക്കെയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ കത്തി ക്ലീൻ ചെയ്ത കത്തി തന്നെയാണ്, നമ്മൾ തേങ്ങ നരിയാടുത്ത ആ ഒരു കത്തി തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടെ വേഗം കണ്ട് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. വന്നിട്ടുണ്ടല്ലോ. ഓണം കളയാൻ വരില്ല, അത് വെക്കാൻ ഒരു കുഴപ്പമാണ്. ഒന്നാമത്തെ സമാധാനം കളയുമ്പോൾ ടൈം ഉണ്ടാച്ചാൽ മതി.
ഒരു ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനും കിച്ചുമോളും കൂടെ ഇന്ന് രാവിലെ ഞാൻ ഉണ്ണിയപ്പത്തിന് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വന്നപ്പോൾ ഒന്നുമില്ല കേട്ടോ കൊടുക്കാൻ, ഒന്നും കൊടുക്കാനില്ല. സാധാരണ ബേക്കറിയൊക്കെ ഉണ്ടാവലുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ബേക്കറിക്കായിട്ടാണ് വന്നത് കേട്ടോ. ഞാൻ വേഗം കുറച്ച് പാല് വരെ ഉണ്ടായിരുന്നില്ല, വേഗം കുറച്ച് കട്ടൻ ചായ ഇട്ടിട്ട് കൊടുക്കുക ചെയ്തത്. ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ എന്തായാലും കുഴപ്പമില്ല, ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും മക്കളും അമ്മയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് മാവൊക്കെ ഉണ്ടാക്കാറായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി സമയം കഴിയണമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം പുതിയ ചട്ടിയാണ്. ഇതെങ്ങനെയാണ് കിട്ടുമോ റെഡിയാവുന്നതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം അത് കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ചട്ടി ചെയ്താലും കുഴപ്പമൊന്നുമില്ല, മയപ്പെടുത്തി എടുത്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇതുണ്ടാക്കിയ നമ്മൾ ആദ്യം മുമ്പ് ഉണ്ടാക്കിയ ചട്ടി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ അവരവിടെ നിൽക്കുമ്പോൾ നാലിനൊക്കെ വേഗം ഉണ്ടാക്കിയാൽ മതി. പക്ഷെ ഇത് നമ്മൾ ചട്ടി മയപ്പെടുത്തിയിട്ട് ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടി വെച്ചെന്നെങ്കിലും ഉണ്ടാക്കാനുള്ളൊരിത് ഉണ്ടായിരുന്നില്ല. കാരണം അപ്പോഴത്തെ ഒരു മനസ്സൊരു സുഖമില്ലാണ്ടായി. കാരണം തപ്പൊന്ന് വീട്ടിൽ പോയി അമ്മേൻ്റെ പോയി. അപ്പോൾ എന്താ ഭയങ്കര സങ്കടം. പോവണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദേഷ്യമാവും. പോവണ്ടെന്ന് പറയാൻ വേണ്ടിയല്ലോ. അപ്പോൾ ആദ്യമൊക്കെ തത്ത പോകൂലെന്ന് നോക്ക്, എടി അമ്മേൻ്റെ അടുത്ത് ഈ ആഴ്ച പോയിക്കോ നിന്നോട്ട് പറഞ്ഞാൽ ഞാൻ പോയില്ല എന്ന് പറയും. അങ്ങനെ ഒരു മൈൻഡ് ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും പോയിട്ട് 4-5 ദിവസം നിന്നു, ഒന്ന് പോയിട്ടുണ്ട്. എന്നാ വരികയെന്ന് ചോദിച്ചപ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച വരും, മേബി, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് 2 ആളിൻ്റെ ഒപ്പം ഇങ്ങനെ ഉണ്ടാവണം, 2 ആളുണ്ടെങ്കിൽ അതൊരു ഇഷ്ടം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ വെച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കണില്ല, നമുക്ക് വെറുതെ ഈ കുളിക്കുക. അപ്പോൾ അവിടെ തലമുടി ചെയ്യി കൊടുക്കുന്നതാണ്. അപ്പോഴാണ് ഇച്ചുകൂടെ പറഞ്ഞു അമ്മ പുറത്ത് ആരും വന്നിട്ടുണ്ട്, സൗണ്ട് കേൾക്കണേ പറഞ്ഞു. അപ്പോൾ നമ്മ ഹൗസ് കൊണ്ട് ചേച്ചിയാണ് വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അപ്പോൾ മുടി ചെയ്തിട്ട് കുളിച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറങ്ങുക, കല്ലായി വഴിയൊക്കെ വെറുതെ ഇങ്ങനെ വണ്ടിയിലൊന്ന് പോയിട്ട് റൈഡ് ചെയ്ത് വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, ഓക്കെ അല്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ വന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാം കൂടെ ആയപ്പോൾ എന്തൊക്കെയാണ് നല്ല ആളുകൾ കേട്ടോ. നല്ല അവർ വന്നു, അവർ ഇരിക്കുകയാണ്. ആകെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഒരാളൊക്കെയാണ് വരുന്നത് ഞങ്ങൾക്കത്ര കുഴപ്പമില്ല. എല്ലാവരും വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല. ചിലപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കാര്യമായിട്ട് വരുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ ദിവസമായിട്ട് കഴിഞ്ഞ ദിവസം അത്തേനോട് പറഞ്ഞു, ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വിളിക്കണ്ടേ, അമ്മ വരുമ്പോൾ ജിലേബി വാങ്ങി വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ അപ്പം വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കുന്ന ജിലേബി ഉണ്ടല്ലോ, അതാണോ വിചാരിച്ചു. അതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല അമ്മ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിലേബി. അപ്പം അന്ന് ജിലേബിയും ചെറിയ സ്മോൾ പപ്സും അത് പിന്നെ എന്താ ചോക്കോസും അങ്ങനെ എന്തൊക്കെയോ 1-2 ബേക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടോ. പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അപ്പം തന്നെ തീരുമല്ലോ. ബേക്കറിയാണ് സ്ഥിരമായിട്ട് വാങ്ങുന്നതല്ല. അപ്പോൾ ബേക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പിന്നെ തത്തിങ്ങനെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അമ്മേൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അമ്മ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, ഈ വരുന്നുണ്ടോ വെള്ളിയാഴ്ച അമ്മമ്മയ്ക്ക് ലീവാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്താ ഇപ്പോൾ അമ്മ അങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എന്താ പറയണറിയോ, എന്താ അവിടെ നിൽക്കാൻ പോണ കാര്യം അവൾ പറഞ്ഞതെന്നറിയോ, അവിടെ നല്ല ഉണ്ടരിൻ്റെ ചോറാണ് കിട്ടുന്നത്, ഇവിടെ റേഷനരിയാണ്. പിന്നെ എന്താ പറഞ്ഞത്, ചിക്കൻ ഉണ്ട്. അമ്മ എന്നും ചിക്കൻ വാങ്ങും. പിന്നെ ബേക്കറി വരുമ്പോൾ എന്നും ബേക്കറി കൊണ്ടുവരും. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ ഇത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പോണത്. ഇവിടെ നമുക്കിപ്പോൾ എന്നും അങ്ങനെ ചിക്കൻ വാങ്ങാം. ഇപ്പോൾ എന്തൊക്കെയാണ് അവളിപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഇടയ്ക്ക് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം വില കുറഞ്ഞതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു പരാതി വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഒരു വയറുവേദന ഇടയ്ക്കിടയ്ക്കുണ്ട്. അപ്പോൾ ഞാനവിടെ പോയി കിടന്നിരുന്നു, കുറച്ച് കിടന്ന് ഒന്നൊരു കണ്ടതായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എണീറ്റും ചെയ്തു. അപ്പോഴത്തേക്കും സമയം 4:40 ആയിട്ടുണ്ട്. പിന്നെ അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്നിട്ട് വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ സമയം 7 മണിയൊക്കെ ആയി, വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഞാൻ കാണിച്ചു വീഡിയോ ആയിട്ടില്ലേ. അതാ ഉണ്ണിയപ്പം ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരായിട്ട് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ